കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. പെരുവട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുഞ്ഞിൻ്റെ സ്വാഭാവിക രക്ഷിതാവ് അമ്മയാണോ അച്ഛനാണോ എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അലഹബാദ് ഹൈക്കോടതി റീസെൻ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയിൽ ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞിൻ്റെ സ്വാഭാവിക രക്ഷകർത്താവ് അമ്മയാണെന്നും സാധാരണ നിലയിൽ കുഞ്ഞിൻ്റെ സംരക്ഷണം അമ്മയ്ക്കാണ് നൽകേണ്ടതുമാണ് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒരു ഭർത്താവ് ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. ദെൻ പറയുന്ന അടുത്ത പോയിന്റ് നോക്കുക. തൻ്റെ മകളുടെ സംരക്ഷണം വിവാഹമോചന ഘട്ടത്തിൽ ഭാര്യയ്ക്ക് അനുവദിച്ചത് ചോദ്യം ചെയ്തു യുവാവ് നൽകിയ ഹർജി പരിഗണിച്ചപ്പോഴാണ് കോടതി ഈ കാര്യം പറയുന്നത്. കൂടാതെ വിവാഹമോചന ഘട്ടത്തിൽ കുട്ടിക്ക് അമ്മയുടെ സംരക്ഷണം ലഭിച്ചിട്ടില്ല എന്നും ഈ യുവാവ് കോടതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ മകൾ അച്ഛനൊപ്പമായിരുന്നു ലഭിച്ചിരുന്നില്ല. കൂടാതെ മകൾ അച്ഛനൊപ്പമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി ഈ ഭർത്താവ് കോടതിയിൽ പറഞ്ഞു. പക്ഷേ അമ്മയ്ക്ക് സംരക്ഷണാവകാശം നിഷേധിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കോടതി ആ ഹർജി തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ജനറൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അമ്മയാണ് സ്വാഭാവിക രക്ഷകർത്താവ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഓരോ കേസുകളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് അത് നമുക്കത് മാറ്റി മറിക്കാനൊക്കെ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് തൽക്കാലം നമ്മൾ ഈ വീഡിയോ വഴി നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. എനിവേ ഇങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.